അനുഗ്രഹിക്കുക, ബ്ലെസ് ദ ഫാമിലി. അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ, അനുഗ്രഹം എന്ന് പറയുമ്പോൾ അപ്ലിഫ്റ്റിംഗ് ആണ്. നിലത്തിരിക്കുന്ന ഒരാളെ പൊക്കിയെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി അപ്ലിഫ്റ്റ് ചെയ്ത് ഉയർന്ന ഒരു പദവിയിലേക്ക് ആക്കുന്ന ഒരു പ്രക്രിയയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിലുള്ള ജഡീകത്വത്തെ കഴുകിക്കളഞ്ഞിട്ട്, പാപത്തെ കഴുകിക്കളഞ്ഞിട്ട് തൻ്റെ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ഉടുപ്പിച്ചുകൊണ്ട് തൻ്റെ മേശപ്പുറത്ത് തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ യോഗ്യതയുള്ളവരാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഒത്തിരിയും ആത്മാവിൻ്റെ ഒരു ഒഴുക്ക് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് കഴിഞ്ഞ 2023 അവസാനം വരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ചില കാര്യങ്ങൾ, ചിലരുടെ വേദനയായിട്ട് ഹൃദയത്തിൽ നിൽക്കുന്നതിന് 2024 ആദ്യകാലത്ത്, അതായത് ആണ്ടിൻ്റെ അവസാനം തീരുന്നതിന് മുമ്പേ ദൈവമേ നീ ഞങ്ങളോട് കരുണ തോന്നണമെന്ന് ഹബക്കൂക്കിനകത്ത് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണെന്ന് തോന്നുന്നു കർത്താവ് ഇപ്പോൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ അനുഗ്രഹങ്ങളെ അയക്കുമ്പോൾ കാലതാമസമില്ലാതെ ഞാൻ അയക്കാൻ പോവുകയാണ്, അത് നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു വരും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഹബക്കൂക്കിലാണ്. ഇങ്ങനെയൊരു വാക്യമുണ്ട്, 3:2. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. അതാ നമ്മൾ ആണ്ട് കഴിയുന്നതിന് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നമ്മുടെ പ്രവൃത്തിയെ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. അതുപോലെ ആണ്ട് കഴിയുന്നതിന് മുമ്പേ നീ അതിനെ വെളിപ്പെടുത്തി. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കർത്താവിന് എപ്പോഴും നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ദൈവം. പക്ഷേ ആ നന്മ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ തലമുറകൾക്ക് ലഭിക്കാത്ത വണ്ണം അവരുടെ ഹൃദയത്തിന് കാലസ് എന്ന് പറയുന്നത്, അതായത് ശ്രദ്ധയില്ലാത്ത ഹൃദയം, തീഷ്ണതയില്ലാത്ത ഹൃദയം, ബുദ്ധിയില്ലാത്തവരെ പോലെ മന്ദബുദ്ധികളായിട്ട് ജീവിക്കുക. വലിയ പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ അന്തരാത്മാവിലൊന്നുമില്ല. അങ്ങനെ അറിയാവുന്ന ഒത്തിരി ചെറുപ്പക്കാർ എൻ്റെ മുമ്പിൽ ഇപ്പം വന്നിട്ട് പലരും എന്നോട് അഡ്വൈസ് ചോദിക്കാറുള്ളതുകൊണ്ട് അവരുടെയൊക്കെ മുഖം എൻ്റെ മുമ്പിൽ വരികയാണ്. കർത്താവ് എന്തോ വലിയതായിട്ട് വിടുതൽ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ജോലി ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുന്നവരെ എല്ലാം പേർ ചൊല്ലി ഞാൻ അനുഗ്രഹിക്കാൻ പോവാണ്. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അപ്ലിഫ്റ്റിംഗ് ആണ് ദൈവം. അതായത് നമ്മൾ സംഖ്യാപുസ്തകത്തിനകത്ത് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം ഇസ്രായേൽ ജനതയെ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. മേ ദ ലോർഡ് bless you and keep you. May the Lord turn his face towards you and be gracious to you. May the Lord lift up his countenance towards you and give you peace. ദൈവം നമ്മളെ കാക്കണം. ദൈവം തൻ്റെ മുഖം നമ്മളിലേക്ക് തിരിച്ചിട്ട് നമുക്ക് സമാധാനവും അനുഗ്രഹവും തരണമെന്നാണ് അവിടെ. അങ്ങനെ അനുഗ്രഹിക്കാൻ ദൈവം വാഗ്ദത്തം കൊടുത്തിട്ട് വിട്ടതാണ്. അപ്പം നമ്മൾ ഒരാളുടെ മുഖം നമുക്ക് അനുകൂലമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ഇതുവരെ അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാണാത്ത പോലെ ഇങ്ങനെ മാറ്റി ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ കണ്ണ് മാറ്റിക്കളഞ്ഞു. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പണ്ടൊക്കെയാണ് എൻ്റെ സ്വഭാവം എല്ലാവരും കാണും. പക്ഷേ ഇപ്പം ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കാണത്തില്ല, കാണേണ്ടവരെ മാത്രം കാണുന്ന ഒരു സ്വഭാവം എനിക്ക് തന്നിട്ടുണ്ട്. അതൊരു വലിയ ഒരു വിടുതലാണ്. മറ്റേ എല്ലാ വ്യക്തികളുടെയും ഭാരമല്ല ഞാൻ എൻ്റേതായിട്ട് എടുക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഇപ്പം ദൈവം പറയുന്നവരുടെ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ മുഖം അല്ലെ കണ്ണ് നമ്മുടെ ദൃഷ്ടിയിലോട്ട് പതിഞ്ഞു എങ്കിൽ നമ്മൾ ജയിച്ചു. ഇന്ന് നമ്മുടെ മേൽ കർത്താവിൻ്റെ ദൃഷ്ടി പതിയുന്ന ദിവസമാണ്. അനുഗ്രഹിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 25:12-13 അനുഗ്രഹിക്കുന്ന കുറേ വാക്യങ്ങളാണ്. യഹോവ ഭക്തനായ പുരുഷൻ ആര്? അവൻ തിരഞ്ഞെടുക്കുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവ ഭക്തനായ പുരുഷനുണ്ട് ആരെന്ന്. അവൻ തിരഞ്ഞെടുക്കുന്ന വഴി ഞാനാണ് കാണിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ പലപ്പോഴും ഈ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. സ്ത്രീകൾക്ക് എപ്പോഴും നമുക്ക് വർത്തമാനം പറയുന്ന സ്വഭാവം. നമ്മുടെ വിചാരം നമ്മുടെ കൂട്ട് അവർ ഉറക്കം പറഞ്ഞ് ബഹളം വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തുള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നില്ല അബ്രഹാം നമ്മളെപ്പോലെ എപ്പോഴും ഉറക്കം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അബ്രഹാമിനെക്കുറിച്ച് ഞാൻ ഇച്ചിരി കൂടെ ഒക്കെ ആയിട്ട് ദാവീദ് പാട്ട് പാടുമായിരുന്നു. എന്നാൽ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക വിശുദ്ധന്മാർ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകൾ സ്വർഗത്തിലെ വലിയ മുഴക്കത്തോടെ കേൾക്കുമെന്നാണ് ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ അറിയുന്ന ദൈവം, ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ കുടുംബങ്ങളിലെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് മനസ്സിലാക്കാൻ പോകും. കർത്താവ് യഹോവ ഭക്തനായ പുരുഷൻ ആര്? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാകും. എടുക്കട്ടെ,
ദേശം അവരുടെ മുമ്പിൽ കടന്നു വരട്ടെ, കർത്താവ് അവർക്ക് കൊടുക്കുക. അത് ഭരിക്കുവാനും അത് കർത്തൃത്വം ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ കാര്യപ്രാപ്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ജോസഫിന് കൊടുത്ത പോലെ നമ്മുടെ മക്കൾക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 112:1-2 യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. കണ്ടോ, എപ്പോഴും പുരുഷൻ ദൈവത്തെ അറിയുമ്പോൾ സന്തതികളെ അനുഗ്രഹിക്കുന്നുണ്ടോ? അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജീനിയോളജി നോക്കുമ്പോഴും പലപ്പോഴും പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ എന്ന് എഴുതി വെക്കുന്നത്. അപ്പോൾ പിതാക്കന്മാരെന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. ആദെന്ന് വിളിക്കുമ്പോൾ ആദും ഔവായും ഉണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരാളെ മറന്നു അല്ലെങ്കിൽ ദൈവം ഓർക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയല്ല നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത്. പക്ഷെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്, അപ്പൻ എടുത്ത് അധികാരത്തോടെ പ്രാർത്ഥിക്കുക, അപ്പനൊന്ന് കൈവെക്കുന്നത്, അപ്പൻ ഈ വീടിന് വേണ്ടി അധികാരം അവരുടെ സ്വഭാവം അനുസരിച്ച് വേലി കെട്ടുന്നത്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. എന്തിനാണ് ഞാൻ പറയുന്നത്? കള്ളു കുടിക്കുന്ന അപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീട്ടിൽ അവരുടെ ജനലോ വാതിലോ തുറന്നു കിടന്നാൽ പോലും ആരും വീട്ടിൽ കയറത്തില്ല. കാരണം എന്താ, അവിടെ ഒരു അപ്പനുണ്ട് ഗർജിക്കുന്ന. ദൈവം ആരാണ്? യഹൂദയുടെ സിംഹം. അവൻ നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ അപ്പന്മാരുടെ ഭർത്താക്കന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് നമുക്ക് ഉറപ്പ് വരണം. ഒന്ന്, യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 112 സങ്കീർത്തനം 1-2 അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നിരിക്കും. ദൈവം നീതിയായിട്ട് നമ്മളെ ഇറങ്ങി വന്ന് റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നീതി നമ്മുടെ അപ്പനന്മാർക്ക് ഇട്ടുകൊടുത്തേച്ച് ദൈവം പറയാണ്, ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും അപ്പനമ്മമാരിൽ പഠിച്ചു കഴിയുമ്പോഴത്തെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ അപ്പനമ്മമാർ വളർത്തി നമുക്ക് തന്നെത്താനെ കാശുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അപ്പനമ്മമാരെക്കുറിച്ച് വലിയ വിലയില്ല. കാരണം അവരെത്രയോ കഷ്ടപ്പെട്ടാണ് അവരെ നമ്മളെ ആക്കിയെന്നൊന്നും നമ്മൾ ഓർക്കത്തില്ല. നമുക്ക് ദ പവർ കറപ്റ്റ്സ്, അത് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയും. അതായത് അല്പം നമുക്ക് തന്നെത്താൻ എന്തെങ്കിലും ചെയ്യാന്നുള്ളപ്പോൾ ഒരു അഹങ്കാരം കയറി വരും. അത് നമ്മുടെ നാശത്തിനാണ്. പക്ഷെ നമ്മളോട് ദൈവം പറയുന്ന ആ സമയത്ത് നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരെ അനുഗ്രഹിക്കാനും പഠിച്ചാൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒഴുകി വരും. യെശയ്യാ 53:13 നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ദൈവം പറയുകയാണ്, ഒരു വീട്ടിൽ ഒരു അപ്പൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം പിന്നെ നമ്മുടെ മക്കളെ ഏറ്റെടുക്കുകയാണ്. നിൻ്റെ മക്കളെ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കുന്നവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും. നീതിയോട് നീ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിൻ്റെ അടുത്ത് വരികയില്ല. അപ്പം ദൈവമാണ് പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് വേലി കെട്ടി തന്നിരിക്കുന്നതെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നാഥാ നീ, അപ്പം അതുകൊണ്ടാണ് പറയുന്നുണ്ട് 29 സങ്കീർത്തനം പറഞ്ഞു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവിൻ. അതാണ് അമ്മമാരുടെ ഏറ്റവും വലിയൊരു ഭാരം. വി cannot give our children to God. അത് ചിലപ്പോൾ സൃഷ്ടിച്ചപ്പം ദൈവം തമ്പുരാൻ തന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കണം, എന്താണേലും. ബട്ട് ഇറ്റ് ഈസ് എ ബാറ്റിലാണ്. അത് നമ്മൾ അറിയും തോറും വിട്ടുകൊടുക്കും. പക്ഷെ കർത്താവ് പറയുന്നത് സങ്കീർത്തനം 29 ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് വിട്ടുകൊടുക്കുക, അവനല്ലേ കർത്തൃത്വം ചെയ്യുന്നത്. പക്ഷെ അപ്പന്മാരോടത് പറയുന്നില്ല. കാരണം അപ്പന്മാർ അതുകൊണ്ടായിരിക്കണമല്ലോ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്ന നേരത്ത് അപ്പോഴത്തേക്ക് അബ്രഹാമിന് ഏകദേശം 113 വയസ്സ് 120 വയസ്സെങ്കിലും ആയി കാണണം. ബിക്കോസ് 100 വയസ്സിലാണ് അബ്രഹാമിന്. 120 113 കുറഞ്ഞതുണ്ട്. അപ്പോൾ ഈ അബ്രഹാമിനോട് ഇപ്രാവശ്യം പറഞ്ഞപ്പോൾ അബ്രഹാം സാറായോടും പറഞ്ഞില്ല, സാറായുടെ അഭിപ്രായം ചോദിച്ചില്ല. എന്നാൽ ഇസ്മായേൽ ഉണ്ടാക്കാൻ നേരത്തെ സാറായുടെ അഭിപ്രായമായിരുന്നു, അത് സ്വീകരിക്കുക. ഇപ്രാവശ്യം അബ്രഹാം ഒന്നും ചോദിച്ചില്ല. അബ്രഹാം ദൈവം പറഞ്ഞത് കേട്ടിട്ട് സ്വന്തം മകനെ കൊണ്ട് യാഗവസ്തുവാക്കിക്കൊണ്ട് മൊറിയാമലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൻ അതായത് ഹി ലേൺ ടു റിലിംഗ്വിഷ്, അവന് വിട്ടുകൊടുക്കാൻ പഠിച്ചു. അതിൽ കൂടെ അബ്രഹാമിൻ്റെ സ്വഭാവം പല പിതാക്കന്മാരെ ഞാൻ കാണുന്നുണ്ട്. അമ്മമാരിപ്പോഴും വിട്ടുകൊടുത്തിട്ടുണ്ട്. സാറ അറിഞ്ഞിരുന്നെങ്കിൽ ഇസഹാക്കിനെ ബലി കഴിക്കാൻ വിടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ചെയ്തോ ഇല്ലയോ എന്നുള്ളത്, അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ, വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ അവർ അറിഞ്ഞിരുന്നു എങ്കിൽ തീർത്തും സാറ വഴക്കുണ്ടാക്കിയേനെ. അപ്പം ദൈവം ഒരു സ്റ്റേജ് എത്തി, അബ്രഹാമും ദൈവവും മാത്രമുള്ള സ്റ്റേജ്. അതാണ് എല്ലാ കുടുംബത്തിലെ അപ്പന്മാരെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ദേ ഡോണ്ട് ഹാവ് ടു ബിക്കം വീക്ക് ആൻഡ് വീക്ക്ലിങ്. അതായത് പ്രായം ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് കാശുണ്ടാക്കുന്ന അല്ല അവർക്ക് ജോലിയില്ല, അല്ലെ അവർക്ക്
പദവി ഇല്ലാത്തതുകൊണ്ട് അവരുടെ പദവി മാറിപ്പോകുമ്പോഴത്തേക്ക് അവരൊന്നും ഇല്ലാത്തവർ. അതല്ല അവർ. ദേ ഹാവ് ടു ബിക്കം മോർ മെച്യൂർ ഇൻ ദ സ്പിരിറ്റ് റെലം. ആത്മീയ ഗോളത്തിൽ ദൈവവചനം കൊണ്ട് നിൽക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ അനുഗ്രഹം തരുന്നത്. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനലൂതി പണി ചെയ്ത ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. നിരന്തരം വചനം വെച്ച് പറയാൻ പറ്റുന്നുണ്ട്. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഭരിക്കത്തില്ല. നമുക്ക് പറയാം, എനിക്കെതിരായിട്ട് വരുന്ന ഒരായുധം, എൻ്റെ മക്കൾക്കെതിരായിട്ട്, എൻ്റെ ഭർത്താവിനെതിരായിട്ട്, എൻ്റെ കുടുംബത്തിനെതിരായിട്ട് ഒരായുധവും ഫലിക്കത്തില്ലെന്ന് വിളിച്ചു പറയുമ്പം അത് ഫലിക്കത്തില്ല. വേലികെട്ട് അല്ല, പുരുഷന്മാർ പറയട്ടെ, സ്ത്രീകൾക്ക് പറയാൻ അറിയത്തില്ലെങ്കിൽ ആരെങ്കിലും ഒരു കുടുംബത്തിലെ അംഗം പറയട്ടെ. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പം നമുക്ക് മറ്റുള്ളവരെ വിധിക്കാൻ പോലും അവകാശം തന്നിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുകയാണ് എങ്കിൽ ദൈവവചനം വ്യക്തമായിട്ടും പറയാനുള്ള ശക്തി വരുമ്പോൾ, അത് പറയണമെങ്കിലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാ നമ്മളിപ്പം എല്ലാ വാഗ്ദത്തങ്ങളും യെസ് ആൻഡ് ആമൻ എന്ന് പറയുമ്പം, ഞാൻ ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാ യെസ് ആൻഡ് ആമൻ എന്ന് പറയുന്നുണ്ട് എൻ്റെ കൂടെ നിന്ന്. അതുപോലെ രണ്ടുപേരും ഒരുമനപ്പെടുകയാണ്. ആത്മാവിനോട് ചേർന്ന് നിന്ന് പറയുമ്പോൾ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഞാൻ ഈ വചനം അയക്കുന്നത് പലതിലും അതിശയങ്ങൾ ഈ ദിവസം കൊണ്ട് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധാത്മ അങ്ങനെ തന്നെ പറയുന്നു. അവിടെയാണ് യെശയ്യാ 59:21 പറയുന്നത്, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു. ദൈവത്തിന് ഒരു നിയമമുണ്ട്. എപ്പോഴും ദൈവം നിയമത്തെ പരിപാലിക്കുന്നതാണ്. നിയമമില്ലാത്തൊരു ദൈവമല്ല. ഒക്കത്തിന് ഒരു ഓർഡറുണ്ട്. ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ പറ്റിയ ആളുകളെ ഉണ്ടാക്കുന്ന ചുമതല ദൈവത്തിൻ്റെയാണ്. അവൻ ഉലക സ്ഥാപനത്തിന് മുമ്പേ, നമ്മുടെ ഉദരത്തിൽ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവരെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ജെറമ്യാ 29:11 പറയുന്നുണ്ട്, ഐ ഹാവ് എ പ്ലാൻ ടു പ്രോസ്പർ. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ് തന്നെ എന്ന് പറയുന്നു. അപ്പം ജെറമ്യാ 29. അപ്പം നമ്മൾ പറയേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് നടക്കും. അത് ദൈവം പറയുന്ന ജെറമ്യാ 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമ്മളോട് പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകൾ വലുതാണ്. അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. വചനം നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഞാനീ പറയുന്ന വചനം ഒരു 10 പ്രാവശ്യം വീട്ടിനകത്തിട്ട് റിപ്പീറ്റഡായിട്ട് കേട്ടാൽ തന്നെ അതിനൊരു ഏതെല്ലാം വചനങ്ങൾ ഞാൻ ആത്മാവിൽ വളരെ കുറച്ച് ദിവസങ്ങൾ എടുക്കും. പക്ഷേ എടുക്കുന്ന വചനങ്ങൾ കാതലായിട്ടുള്ള ആത്മ നിറഞ്ഞിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് ഒരു പൊളിവാക്ക് പോലും ഇതിനകത്തില്ല. വളരെ കാതലായിട്ടുള്ള അത് അനേക കുടുംബങ്ങൾക്ക് വിടുതൽ ഞാൻ കാണും. ഈ വർഷം അത് ഞാൻ കാണും എന്നുള്ളതിന് സംശയമില്ല. ഇത്ര വർഷങ്ങൾ 14 വർഷത്തിൽ കൂടി ഇപ്പം TV കൂടി തന്നെ ഞാൻ വചനം വരും. എത്ര വർഷം വചനം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വിളവെടുപ്പിൻ്റെ കാലമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 59:21 അങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഒരു നിയമം എന്താണ്? യഹോവ അരുളി ചെയ്യും, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിന്റെ വായിൽ ഞാൻ തന്നിരിക്കുന്ന എൻ്റെ വചനം നിന്റെ വായിൽ നിന്ന് നിന്റെ സന്തതിയുടെ വായിൽ നിന്ന് ഒരു നാളും വിട്ടുപോയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുപോലെ 3 തലമുറയെക്കുറിച്ച് ദൈവം പറയുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തലമുറകളുടെ ദൈവമേ, വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമേ, വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവം. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയെങ്കിലും എൻ്റെ വചനം മാറിപ്പോത്തില്ല. ഈ ദൈവവചനം ദൈവം വാഗ്ദത്തം തരുമ്പം അതിനെതിരായിട്ട് ശക്തമായിട്ട് നിൽക്കുന്ന ജഡത്തിന് ഇന്ന് കരിച്ചു കളയണം. പിശാചൊക്കെ തോറ്റു. അവനെപ്പോഴേ അവനവിടെ ഇല്ലപ്പാ. അറിഞ്ഞു നോക്കുമ്പോൾ ദുഷ്ടൻ നീ കാണത്തില്ല. പക്ഷെ ഞങ്ങളുടെ ജഡം, ദൈവം വിടുതൽ കൊടുത്തിട്ടും വിടുതലറിയാത്ത ജഡം, ദൈവം നന്മ ചെയ്തിട്ടും നന്മയാണെന്ന് പറയാൻ അറിയാൻ വയ്യാത്ത ജഡം, അതിനെ എടുത്ത് ഉരിച്ചു കളഞ്ഞിട്ട് കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ ജയമെടുക്കണം. ഞങ്ങളുടെ ജഡത്തിനെ ദിനം പ്രതി ക്രൂശിന്മേൽ കയറ്റിയിട്ട് കർത്താവ് പൗലോസ് പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ. അച്ഛൻ പറയുന്നത് മാത്രം പറയാനുള്ള കൃപയുണ്ടാകട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ദിവസം ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കാൻ, വചനം കൊണ്ട്, ദൈവവചനം കൊണ്ട് അനുഗ്രഹിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നതിന് സ്തോത്രം. ഇത് തലമുറകളിലേക്ക് ഡ്രിപ്പ് ചെയ്ത് താഴോട്ട്
താഴോട്ട് ചെന്ന് വീഴട്ടെ അപ്പച്ച. അങ്ങനെ 3 തലമുറയിൽ നീ ഉടനടി അനുഗ്രഹം തന്നു കഴിഞ്ഞു. അത് ഞങ്ങൾ പ്രാപിച്ചെടുത്തിരിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.